ഓക്കെ, സോ ബഡ്ജറ്റ് ലെവൽ TWSന്റെ അൺബോക്സിംഗ് വേണമെന്നൊക്കെ പറഞ്ഞ് താഴെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം അധികം അൺബോക്സിങ്സ് ചെയ്യുന്നുണ്ട് TWSന്റെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു TWS Mivi Duopods A350 ആണ്. 1499 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഓഫർ സമയത്ത് 999 രൂപയ്ക്കൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇത് കാലിപ്പെട്ടിയാണ്, കാരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടെസ്റ്റിംഗ് കഴിഞ്ഞു. സ്റ്റിൽ ഞാനൊരു അൺബോക്സിംഗ് കാണിച്ചു തരാം, കാരണം പലർക്കും അൺബോക്സിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ബോക്സ്. ലെറ്റ്സ് ഓപ്പൺ. ഡോക്യുമെന്റേഷൻ ആൻഡ് 1 year വാറന്റി കാർഡ്, TWSും കേസും, ടൈപ്പ് സി ചാർജിങ് കേബിൾ. സോ ബിൽഡൊക്കെ ഓക്കെ ആണ്. തീർച്ചയായിട്ടും ബഡ്ജറ്റ് TWS ആണ്. സോ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലാണ് വരുന്നത്. പക്ഷേ ബിൽഡ് ആണെങ്കിലും ആ ഒരു കേസിന്റെ ലിഡ് ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാറ്റ് ഫിനിഷ് വരുമ്പോൾ ചെറിയൊരു പ്രീമിയം ഫാക്ടർ വരും. ആ ഒരു മാറ്റ് ഫിനിഷ് ഇതിന്റെ ഇയർബഡ്സിലും കൊടുത്തിട്ടുണ്ട്. ചില TWSൽ കേസിൽ മാത്രമേ മാറ്റ് ഫിനിഷ് ഉണ്ടാവുകയുള്ളൂ. ഇയർബഡ്സിൽ അവർ ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. ഇതിന്റെ ഇയർബഡ്സിലും മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. 5 കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു TWS വരുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, ഗ്രീൻ. നമ്മുടെ കയ്യിലുള്ള വേരിയന്റ് ആണ് ഗ്രീൻ. കേസിന്റെ ഫ്രണ്ടിൽ മീവിന്റെ ബ്രാൻഡിംഗ് വരുന്നുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ്, താഴെ USB Type C പോർട്ട്, ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IPX4 റേറ്റിംഗുമായിട്ടാണ് വരുന്നത്. സോ ഇത് സ്വെറ്റ് പ്രൂഫ് ആണ്. പിന്നെ കാലി കേസിന്റെ വെയിറ്റ് ആണ് 40 ഗ്രാം. 40 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, പിന്നെ ഓരോ ഇയർബഡ്സിന്റെ വെയിറ്റ് ആണ് 4 ഗ്രാം. സോ കേസിന്റെ വെയിറ്റ് ആണെങ്കിലും ബഡ്സിന്റെ വെയിറ്റ് ആണെങ്കിലും ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ്. ഇതിന്റെ ഷേപ്പ് കാണുമ്പോൾ നമുക്ക് കുക്കി, ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചെറിയ സോപ്പിന്റെ പെട്ടിയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. സോ ആ ഒരു ഷേപ്പിൽ വരുന്നതുകൊണ്ട് പോക്കറ്റിൽ നല്ലോണം ഒതുങ്ങിയിരിക്കുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന്റെ ഇയർബഡ്സിന്റെ ഡിസൈൻ ഹാഫ് ഇൻ ഇയർബഡ്സിന്റെ ഡിസൈൻ ആണ് വരുന്നത്. അതായത് നമ്മൾ തിരികെ കയറ്റുന്ന സംഭവം ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഇൻ ഇയർ ഇയർഫോൺസ്, ആ സിലിക്കോൺ ടിപ്പൊക്കെ ഉള്ള സംഭവം അങ്ങനെയല്ല. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതുപോലത്തെ സെറ്റപ്പ് ആണ് ഇഷ്ടം. ഓക്കെ, കാരണം ഇങ്ങനെ വെറുതെ വളരെ സിമ്പിളി ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ഇളകി വീഴ്ത്തൊന്നുമില്ല കേട്ടോ. ഫിറ്റൊക്കെ അടിപൊളിയാണ്, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ പ്രിഫറൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണ്? ഇതാണോ അതോ ഇൻ ഇയർ ബഡ്സ് ആണോ? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. 13 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. MM പുറകെ പോകണ്ട, ഞാൻ എൻ്റെ ആക്ച്വൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, മിവി എന്ന ബ്രാൻഡിന്റെ ഏത് ഡിവൈസ് ആണെങ്കിലും, ഏത് ഓഡിയോ ഡിവൈസ് ആണെങ്കിലും ബേസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ട്യൂണിംഗ് ആണ് മിവി നോർമലി ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ ട്യൂണിംഗ് ഇസ് സ്മൂത്ത് ട്യൂണിംഗ് ആണ്, അങ്ങനെ കുത്തലൊന്നുമില്ല കേട്ടോ. പക്ഷേ ബേസ് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഡീസന്റ് വോളിയം ലെവലാണ് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും മിക്കവാറും 80%, 75 to 80% ആ ഒരു വോളിയം ലെവലായിരിക്കും മിക്കവാറും ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല രീതിയിൽ ബേസ് ഉണ്ടെങ്കിലും മിഡിന്റെ പെർഫോമൻസ് ഓക്കെ ആണ്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് മിഡ്സിലും. സോ വോക്കലൊക്കെ ക്ലിയർ ആണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ട്രെബിൾ ഇസ് ഡീസെന്റ്. ചില സ്ഥലങ്ങളിൽ ട്രെബിൾ ഒതുങ്ങി പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെ ഭയങ്കരമായ ഇഷ്യൂ ഒന്നുമില്ല. ഈ ഒരു TWSന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ഡ്യുവൽ മൈക്ക് സെറ്റപ്പ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഇയർബഡ്സിലും ഓരോ മൈക്ക് വീതമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ENCക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക മൈക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. സ്റ്റിൽ ഫോൺ കോൾസ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ENC ഒക്കെ നടക്കുന്നുണ്ട്. ENC എന്ന് പറയുമ്പോൾ എൻവയറമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്, അത് നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സാമ്പിൾ കേൾപ്പിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന റെക്കോർഡിംഗ് Mivi Duopods A350ന്റെ മൈക്കിലൂടെയുള്ള റെക്കോർഡിംഗ് ആണ്. എന്റെ തൊട്ട് മേളിൽ ഫാൻ കറങ്ങുന്നുണ്ട്. പക്ഷെ ആ നോയ്സ് ഈ ഓഡിയോ സാമ്പിളിൽ മിക്കവാറും വരില്ല. ഒരു കുറവായിട്ട് തോന്നിയത് ഇതിൽ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു ഡിലേ കുറയ്ക്കാൻ വേണ്ടി, അതിവിടെ വരുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡൊന്നും വരുന്നില്ല. ബൈ ഡിഫോൾട്ട് അത്യാവശ്യം സിങ്ക് കിട്ടുന്നുണ്ട്. നോർമലി നമ്മൾ ആ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം മൂവീസ് ഒക്കെ ഇട്ട് കാണുമ്പോൾ അത്രയും വലിയൊരു ലാഗ് നമുക്ക് ഫെയിൽ ആവില്ല. പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൻ്റെ ഇയർബഡ്സിൽ ടച്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം വർക്കിംഗ് ആണ്. കാണിച്ചു തരണോ? ലെറ്റ്സ് സീ. പ്ലേ ആൻഡ് പോസ് ചെയ്യാൻ വേണ്ടി സിംഗിൾ ടാപ്പ്, പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാൻ ലെഫ്റ്റ് ഇയർബഡിൽ ഡബിൾ ടാപ്പ്, നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ റൈറ്റ് ഇയർബഡിൽ ഡബിൾ ടാപ്പ്, കോൾ പിക്ക് ചെയ്യാനും നടന്നുകൊണ്ടിരിക്കുന്ന കോൾ കട്ട് ചെയ്യാനും സിംഗിൾ ടാപ്പ്, ലെഫ്റ്റ് ഇയർബഡിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വോളിയം കുറയും, റൈറ്റ് ഇയർബഡിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വോളിയം കൂടും. വോയിസ് അസിസ്റ്റന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ടാപ്പ്. ഓരോ ഇയർബഡിലും 40 mAh ബാറ്ററിയാണ്. ഇതിന്റെ കേസിൽ 500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ ദാറ്റ്സ് നൈസ്. മീവി പറയുന്ന അനുസരിച്ച് ടോട്ടൽ ഓഫ് 50 hours ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത്രയൊന്നും നോർമലി കിട്ടില്ല. അതിന്റെ ഒരു 80%, 85% എന്തായാലും കിട്ടും. സ്റ്റിൽ ദാറ്റ്സ് റിയലി ഗുഡ് ബാറ്ററി ബാക്കപ്പ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ചാർജർ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ചാർജ് ആവാൻ വേണ്ടി 1 മണിക്കൂർ എടുക്കും. സോ കേസിന്റെ കംപ്ലീറ്റ് ചാർജിംഗ് ടൈം ആണ് 1 hour. അതേ രീതിയിൽ നമ്മുടെ ഇയർബഡ്സിന്റെ കംപ്ലീറ്റ് ചാർജിംഗ് ടൈമും 1 hour ആണ്. 1500 രൂപയാണ് ഈ ഒരു TWSന്റെ പ്രൈസ്. ഓക്കെ, ആ പ്രൈസ് പോയിന്റിൽ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ദി ബെസ്റ്റ്, അതായത് ഏറ്റവും മികച്ച
മികച്ച TWS ആണെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഒരു നല്ല TWS ആണ് ഫോർ ഷുവർ. സ്പെഷ്യലി നിങ്ങൾ ബേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പലർക്കും ഈ ബേസ് ഭയങ്കര തമ്പിങ് ബേസ് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ബേസുള്ള പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് സൂട്ടബിൾ ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മിവി എന്ന ബ്രാൻഡ് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ബ്രാൻഡാണ്. കാരണം പല കമ്പനികളും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ലേബിൾ ഒട്ടിച്ച് വിൽക്കുന്നത്. പക്ഷേ മിവി അങ്ങനെയല്ല. ഹൈദരാബാദിലാണ് മിവിൻ്റെ പ്ലാന്റ്. ആ പ്ലാന്റിൽ അവർ കംപ്ലീറ്റ്ലി ഡിസൈനിങ്, മാനുഫാക്ചറിങ് ഒക്കെ കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഇത് വാങ്ങാം. ഓക്കെ, എൻ്റെ സൈഡിൽ നിന്ന് ഓക്കെ ആണ്. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.